ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു സക്സസ് അക്കാഡമീസ് യൂട്യൂബ് ചാനൽ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പൊളിറ്റിയാണ്. ഓക്കെ, നമുക്കറിയാം, നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് പൊളിറ്റി അല്ലേ. നമ്മുടെ എക്സാംസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ SSC, ഇപ്പോൾ കഴിഞ്ഞ CHSL ആണെങ്കിലും അത്യാവശ്യം ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഇനി വരാൻ പോകുന്ന CGL-ലാണെങ്കിലും MTS-നാണെങ്കിലും ഒക്കെ അത്യാവശ്യം ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ളൊരു ഏരിയ ആണ് ഏത്, പൊളിറ്റി എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ഉറപ്പിച്ച് നമുക്കൊരു 6 മാർക്കൊക്കെ അല്ലെങ്കിൽ ഒരു 4 to 6 മാർക്കൊക്കെ നമുക്ക് ഉറപ്പിച്ച് കിട്ടും എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ഏരിയ കൂടെയാണ് പൊളിറ്റി. ഇപ്പോൾ എന്ത് വേണം, നമ്മൾ പൊളിറ്റി നന്നായിട്ട് പഠിക്കണം അല്ലേ. ഇപ്പോൾ എങ്ങനെയാണ് നമുക്ക് എക്സാംസിന് ക്വസ്റ്റ്യൻസ് വരുന്നത്, സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് വരുന്നുണ്ട് അല്ലേ. സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പൊക്കെ വരുന്ന സമയത്ത് നമ്മൾ കാര്യങ്ങളെ കുറച്ച് നന്നായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ പൊളിറ്റിയിൽ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പൊളിറ്റിയിൽ അമെൻമെൻറ്റ്സ് ആണ്. ഓക്കെ, എന്താ അമെൻമെൻറ്റ്സ് എന്ന് പറയുന്നത്? എന്താണ് നമ്മൾ പൊളിറ്റിയിലെ അമെൻമെൻറ്റ്സ് എന്ന് പറയുന്നത്? നമ്മൾ അമെൻമെൻറ്റ്സിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഭേദഗതികൾ അല്ലേ, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ വരുന്ന ഭേദഗതികളെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, അമെൻമെൻറ്റുകളായിട്ട് പറയുന്നത് അല്ലേ. നമുക്കറിയാലോ. ഇനി അമെൻമെൻറ്റ്സ് ഏത് പാർട്ടിലാണ് മക്കളെ വരുന്നത്? പാർട്ട് 20-ലാണല്ലേ. പാർട്ട് 20-ലാണ് എന്ത് വരുന്നത്, അമെൻമെൻറ്റ്സ് വരുന്നത്. നിങ്ങൾക്കറിയാലോ, പാർട്ട് 20-ലാണ് അമെൻമെൻറ്റുകൾ വരുന്നത്. ഓക്കെ, ഇനി പാർട്ട് 20-ൽ നമ്മൾ അമെൻമെൻറ്റ് എന്ന് പറഞ്ഞു. ഇനി ഏത് ആർട്ടിക്കിളാണ് വരുന്നത്, ഏത് ആർട്ടിക്കിളിലാണ് വരുന്നത്? 368 അല്ലേ, 368-ലല്ലേ വരുന്നത്. പാർട്ട് 20-ഉം അതുപോലെ തന്നെ ആർട്ടിക്കിൾ ഏതാണ്, 368-ഉം അല്ലേ. അമെൻമെൻറ്റുകൾ വരുന്നത് ഏതിലാണ്? പാർട്ട് 20-ലുമാണ്. അതുപോലെ ആർട്ടിക്കിൾ 368-ലുമാണ്. ഓക്കെ, അത് നമുക്കറിയാമല്ലോ അമെൻമെൻറ്റിൻ്റെ കേസ്. ഇനി നമ്മൾ ആദ്യത്തെ അമെൻമെൻറ്റ് അല്ലേ, നമ്മുടെ ആദ്യത്തെ അമെൻമെൻറ്റ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എപ്പോഴാണ് എഫക്റ്റിൽ വരുന്നത്? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എപ്പോഴാണ്, നമ്മുടെ ഭരണഘടന എപ്പോഴാണ് ഇഫക്റ്റിൽ വരുന്നത്? ഭരണഘടന ഇഫക്റ്റിൽ വരുന്നത് നമ്മുടെ എപ്പോഴാണ് വരുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എപ്പോഴാണ് വരുന്നത്? 1950 ജനുവരി 26 അല്ലേ. 1950 ജനുവരി 26 നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുന്നത്, അല്ലെങ്കിൽ നമ്മൾ എഫക്റ്റിൽ വരുന്നതെന്ന് പറയാം അല്ലേ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ അമെൻമെൻറ്റ് എപ്പോഴാണ് വരുന്നത്? അത് കഴിഞ്ഞിട്ട് ആദ്യത്തെ ഭേദഗതി, ഈ കോൺസ്റ്റിറ്റ്യൂഷനിൽ ആദ്യമായിട്ട് ഭേദഗതി വരുന്നത് എപ്പോഴാണ്? ആദ്യമായിട്ട് ഭേദഗതി വരുന്നത് 1951-ലാണ് അല്ലേ. 1951-ലാണ് ആദ്യമായിട്ട് ഭേദഗതി വരുന്നത്. ഇനി ആ 1951-ലെ ഭേദഗതിയിൽ എന്തൊക്കെയാണ് പറയുന്നത് നോക്കുകയാണെങ്കിൽ എന്താ പറയുന്നത് നോക്കിയേ. എംപവർ ദ സ്റ്റേറ്റ് ടു മേക്ക് ദ അഡ്വാൻസ്മെൻറ്റ് ഓഫ് സോഷ്യലി ആൻഡ് എക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസ്സസ് അല്ലേ. സ്റ്റേറ്റുകളെ ചുമതലപ്പെടുത്തി അല്ലേ. എന്തിനു വേണ്ടിയാണ് ചുമതലപ്പെടുത്തിയേ? നമ്മുടെ സോഷ്യലിയും അതുപോലെ തന്നെ എക്കണോമിക്കലി ഒക്കെ ബാക്ക്വേർഡ് ക്ലാസ്സിലുള്ള ആളുകളുടെ അഡ്വാൻസ്മെൻറ്റിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ബാക്ക്വേർഡ് ക്ലാസ്സിലായി പോയവരുടെ അഡ്വാൻസ്മെൻറ്റിന് വേണ്ടിയിട്ട് ആരെ ചുമതലപ്പെടുത്തി? സ്റ്റേറ്റുകളെ ചുമതലപ്പെടുത്തി. അതുപോലെ തന്നെ എന്താ ചെയ്തേ? 9th ഷെഡ്യൂൾ ആഡ് ചെയ്തല്ലേ. നമുക്കറിയാം, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഫോം ചെയ്യുമ്പോൾ നമുക്ക് എത്ര ഷെഡ്യൂളുകളാണ് ഉള്ളത്? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഫോം ചെയ്യുന്ന സമയത്ത് നമുക്ക് 8 ഷെഡ്യൂളുകളാണ് അല്ലേ ഉള്ളത് അല്ലേ. 8 ഷെഡ്യൂളാണ്. ഇപ്പോൾ എത്ര ഷെഡ്യൂളാണ് നമുക്കുള്ളത്? ഇപ്പോൾ 12 ഷെഡ്യൂളാണുള്ളത് അല്ലേ മക്കളെ. ഇപ്പോൾ 12 ഷെഡ്യൂളാണുള്ളത്. നേരത്തെ എത്ര ഷെഡ്യൂളാണ് ഉണ്ടായിരുന്നത്? നേരത്തെ 8 ഷെഡ്യൂളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് തൊട്ടടുത്ത വർഷം നമ്മൾ 1951-ൽ എന്ത് ചെയ്തു? ഒരു പുതിയ ഷെഡ്യൂൾ ആഡ് ചെയ്തു. ഓക്കെ, അതേതാണ്? 9th ഷെഡ്യൂൾ അല്ലേ. പുതിയ 9th ഷെഡ്യൂൾ ആഡ് ചെയ്തു. അതിൽ എന്താ ഉള്ളത്? ലാൻഡ് റിഫോംസ് ആണല്ലേ. ലാൻഡ് റിഫോംസിൻ്റെ പ്രൊട്ടക്ഷനും അങ്ങനെയുള്ള ലാൻഡ് റിഫോംസിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്ന ഷെഡ്യൂളാണ് ഏത്? 9th ഷെഡ്യൂൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്തുകൂടെ ഉണ്ട്? ഇറ്റ് പ്രൊട്ടക്ട്സ് ദ ഫ്രീഡം ഓഫ് സ്പീച്ച്, ദ പ്രസ്, അസംബ്ലി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടെ അതിൻ്റെയൊക്കെ ഫ്രീഡം എന്തിൽ വരുന്നുണ്ട്? നമ്മുടെ ഫസ്റ്റ് അമെൻമെൻറ്റിൽ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ 9th ഷെഡ്യൂൾ ഏത് അമെൻമെൻറ്റ് വഴിയാണ് ആഡ് ചെയ്തതെന്ന് ചോദിക്കുകയാണെങ്കിൽ ഏത് അമെൻമെൻ്റ് ആയിരിക്കും? ഫസ്റ്റ് അമെൻമെൻ്റ് ആയിരിക്കും. ഏതായിരിക്കും വർഷം? 1951 ആയിരിക്കും. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? അടുത്ത നോക്കാം. അടുത്തത് രണ്ടാമത്തെ അമെൻമെൻറ്റ് അല്ലേ. നമ്മുടെ രണ്ടാമത്തെ അമെൻമെൻറ്റ് 1952. ഓക്കെ, സെക്കൻഡ് അമെൻമെൻറ്റ് 1952, ഫസ്റ്റ് അമെൻമെൻറ്റ് 1951. ഇനി സെക്കൻഡ് അമെൻമെൻറ്റിൽ എന്താ പറയുന്നത് നോക്കിയേ. ദ സ്കെയിൽ ഓഫ് റെപ്രസെൻറ്റേഷൻ ഇൻ ദ ലോക്സഭ ബൈ പ്രൊവൈഡിങ് ദാറ്റ് 1 member കുഡ് റെപ്രസെൻറ്റ് ഈവൻ മോർ ദാൻ 7,50,000 പീപ്പിൾ. ഓക്കെ, എന്താ പറയുന്നത്? ഒരാൾക്ക് അല്ലേ, നമ്മളെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരാൾക്ക്, ഇപ്പോൾ നമ്മൾ ലോക്സഭയിൽ നമ്മളെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരാൾക്ക് എത്ര മെമ്പേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും? 7.5 lakh മെമ്പേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മൾ ലോക്സഭയിലോട്ട് മെമ്പറായി പോകുന്ന ഒരാൾക്ക് എത്ര ആളുകളെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും? 7 ലക്ഷം അല്ലേ. 7.5 lakh മെമ്പേഴ്സിനെ എന്ത് ചെയ്യാൻ പറ്റും? റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, കിട്ടുന്നുണ്ടോ നിങ്ങൾക്ക്? ഒരാൾക്ക് എത്ര പേരെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? 7.5 lakh അല്ലേ, 5 lakh മെമ്പേഴ്സിനെയാണ് എന്ത് ചെയ്യുന്നത്? റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ. ഇനി അടുത്ത നോക്കാം. നമ്മുടെ അടുത്തത് വരുന്നത് 4th അമെൻമെൻ്റ് ആണ്. 4th അമെൻമെൻറ്റ് എപ്പോഴാണ് വരുന്നത്? 1955. ഓക്കെ, 4th അമെൻമെൻറ്റ് 1955. എന്താ പറയുന്നത്? നമ്മുടെ
സ്വത്തവകാശ നിയമം ഇല്ലേ സ്വത്തവകാശ നിയമത്തിലെ ഭേദഗതിയെക്കുറിച്ച് അല്ലെങ്കിൽ അതിലെ കുറച്ച് ചേഞ്ചസ് ആണ് എന്തിൽ പറയുന്നത്, നമ്മുടെ 1955 പറയുന്നത് അല്ലേ. മെയ്ഡ് ദ സ്കെയിൽ ഓഫ് കോമ്പൻസേഷൻ ഗിവൺ ഇൻ ലിയൂ ഓഫ് കമ്പൽസറി അക്വിസിഷൻ ഓഫ് പ്രൈവറ്റ് പ്രോപ്പർട്ടി ബിയോണ്ട് ദ സ്ക്രൂട്ടിനി ഓഫ് കോർട്സ് അല്ലേ. കോമ്പൻസേഷൻ്റെ ബേസിസിൽ അല്ലെങ്കിൽ കോമ്പൻസേഷൻ്റെ കാര്യങ്ങൾ പറയുന്നതാണ് ഏത് 1955 എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇറ്റ് ഓതറൈസ് ദ സ്റ്റേറ്റ് ടു നാഷണലൈസ് എനി ട്രേഡ് അല്ലേ. സ്റ്റേറ്റിനെ എന്ത് ചെയ്തു, ഓതറൈസ് ചെയ്തു. എന്തിനു വേണ്ടിയിട്ടാണ്, ഏത് ട്രേഡ് വേണമെങ്കിലും നാഷണലൈസ് അല്ലെങ്കിൽ നാഷണലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആരെ ഓതറൈസ് ചെയ്തു, സ്റ്റേറ്റുകളെ ഓതറൈസ് ചെയ്തു. ഇനി എക്സ്റ്റെൻഡ് ദ സ്കോപ്പ് ഓഫ് ആർട്ടിക്കിൾ 31A. ഓക്കെ, എന്തിൻ്റെ സ്കോപ്പാണ് എക്സ്റ്റെൻഡ് ചെയ്തത്, ആർട്ടിക്കിൾ 31A സ്കോപ്പാണ് എക്സ്റ്റെൻഡ് ചെയ്തത്. എന്താണ് ആർട്ടിക്കിൾ 31A? എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തേ നോക്കട്ടെ, എന്താണ് ആർട്ടിക്കിൾ 31A? ഓക്കെ, ഇനി നമ്മൾ 4 പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് 7ാമത്തെ അമെൻമെൻ്റ് ആണ്. ഓക്കെ, 7th അമെൻമെൻറ്റ് 1956 എന്താ പറയുന്നത്, യൂണിയൻ ടെറിട്ടറീസ് വേർ ഇൻട്രൊഡ്യൂസ്ഡ് അല്ലേ. യൂണിയൻ ടെറിട്ടറീസ് എന്ത് ചെയ്തു, ഇൻട്രൊഡ്യൂസ് ചെയ്തു. സോ ഇറ്റ് ഇൻട്രൊഡ്യൂസ്ഡ് യൂണിയൻ ടെറിട്ടറീസ്. അതുപോലെ തന്നെ ഇറ്റ് അബോളിഷ്ഡ് പാർട്ട് 7 ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലേ. നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ പാർട്ട് 7 ഏത് വഴിയാണ് അല്ലെങ്കിൽ ഏത് അമെൻമെൻറ്റ് വഴിയാണ് അബോളിഷ് ചെയ്തതെന്ന് ചോദിക്കുകയാണെങ്കിൽ ഏത് അമെൻമെൻ്റ് ആണ്, നമ്മുടെ 7th അമെൻമെൻ്റ് ആണ്. അപ്പോൾ ഇറ്റ് അബോളിഷ് ദ പാർട്ട് 7 ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. പിന്നെ എന്താ പറയുന്നത്, കോമൺ ഹൈക്കോർട്ട്സ് ഓഫ് 2 or more സ്റ്റേറ്റ്സ് അല്ലേ. കോമൺ ഹൈക്കോർട്ട്സ് ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റുകൾക്കും എന്തുണ്ട്, കോമൺ ആയിട്ട് ഹൈക്കോർട്ടുകളുണ്ട്. കിട്ടുന്നുണ്ടോ? അപ്പോൾ കോമൺ ഹൈക്കോർട്ട്സ് ഫോർ 2 or more സ്റ്റേറ്റ്സ്. അപ്പോൾ 7ാമത്തെ അമെൻമെൻറ്റ് 1956 എന്തൊക്കെയാണ് പറയുന്നത് നോക്കിയേ, യൂണിയൻ ടെറിട്ടറീസ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. നമ്മുടെ 7th പാർട്ട് അല്ലേ, പാർട്ട് 7 എന്ത് ചെയ്തു, അബോളിഷ് ചെയ്തു. പിന്നെ കോമൺ ഹൈക്കോർട്ടുകളുണ്ടല്ലേ, ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റുകൾക്കും എന്തുണ്ട്, കോമൺ ആയിട്ടൊരു ഹൈക്കോർട്ടുണ്ട് അല്ലേ. ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എത്ര പാർട്ടാണ് ഉള്ളത്, അപ്പോൾ നമ്മൾ പറഞ്ഞു 7ാമത്തെ പാർട്ട് എന്ത് ചെയ്തു, 7ാമത്തെ പാർട്ട് അബോളിഷ് ചെയ്തു എന്ന് പറഞ്ഞല്ലേ. അപ്പോൾ നമുക്ക് മൊത്തം എത്ര പാർട്ട് ഉണ്ടായിരുന്നു, കോൺസ്റ്റിറ്റ്യൂഷൻ ഫോം ചെയ്യുന്ന സമയത്ത് മൊത്തം എത്ര പാർട്ടുണ്ടായിരുന്നു, നമുക്ക് 22 പാർട്ടാണല്ലേ ഉള്ളത്. നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ ഫോം ചെയ്യുന്ന സമയത്ത് നമുക്ക് 22 പാർട്ടുകളാണുള്ളത്. ഓക്കെ, ഇപ്പോൾ എത്ര പാർട്ടുണ്ടോ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേ. ഇപ്പോൾ നമുക്ക് എത്ര പാർട്ടുകളാണുള്ളതെന്നൊന്ന് കമൻറ്റ് ചെയ്തേ. ഇനി അടുത്ത നോക്കാം, 9th അമെൻമെൻറ്റ് അല്ലേ. 9th അമെൻമെൻറ്റ് 1960 എന്താ പറയുന്നത്, ഫെസിലിറ്റേറ്റഡ് ദ സെഷൻ ഓഫ് ദ ഇന്ത്യൻ ടെറിട്ടറി ഓഫ് ബറുബറി യൂണിയൻ ലൊക്കേറ്റഡ് ഇൻ വെസ്റ്റ് ബംഗാൾ ടു പാകിസ്ഥാൻ ആസ് പ്രൊവൈഡഡ് ഇൻ ദ ഇന്തോ പാക് എഗ്രിമെൻറ്റ് 1958. ശ്രദ്ധിച്ചേ, ഇൻഡോ പാകിസ്ഥാൻ എഗ്രിമെൻറ്റ്. ഓക്കെ, ഇൻഡോ പാകിസ്ഥാൻ എഗ്രിമെൻറ്റ് എപ്പോഴാണ് നോക്കിയേ, 1958. ഓക്കെ, ഇൻഡോ പാകിസ്ഥാൻ എഗ്രിമെൻറ്റ് 1958. ഇൻഡോ പാകിസ്ഥാൻ എഗ്രിമെൻറ്റ് 1958 പ്രകാരം എന്താ പറഞ്ഞതെന്ന് പറഞ്ഞാൽ, നമ്മുടെ സ്റ്റേറ്റ് അല്ലെങ്കിൽ നമ്മുടെ യൂണിയനിലെ നമ്മുടെ ഇന്ത്യയിലെ ചെറിയ ചെറിയ അതിർത്തി, ഓക്കെ, അതിർത്തിയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ വ്യത്യാസം വരുത്തി. ഓക്കെ, ആ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്തു, ഇന്ത്യൻ ടെറിട്ടറിയിൽ പെടുന്ന ബറുബറി യൂണിയൻ, ഇന്ത്യൻ ടെറിട്ടറിയിൽ പെടുന്ന ബറുബറി യൂണിയൻ എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് അറിയോ, വെസ്റ്റ് ബംഗാളിലാണ് കേട്ടോ. ഈ ബറുബറി യൂണിയൻ എവിടെയുള്ള, വെസ്റ്റ് ബംഗാളിലാണ്. അത് നമ്മൾ എന്ത് ചെയ്തു, പാകിസ്ഥാന് കൊടുത്തു. ഓക്കെ, അപ്പോൾ വെസ്റ്റ് ബംഗാളിലുള്ള ബറുബറി യൂണിയൻ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ പാകിസ്ഥാന് കൊടുത്തു. കിട്ടിയോ നിങ്ങൾക്ക്? അതേത് അമെൻമെൻറ്റ് വഴിയാണെന്ന് നോക്കിക്കേ, 9th അമെൻമെൻറ്റ് ആണ് കേട്ടോ. 1960 9th അമെൻമെൻറ്റ് വഴിയാണ് നമ്മൾ എന്ത് ചെയ്തത്, ഇൻഡോ പാകിസ്ഥാൻ എഗ്രിമെൻറ്റ് 1958 ഇൻഡോ പാകിസ്ഥാൻ എഗ്രിമെൻറ്റ് പ്രകാരം നമ്മൾ എന്ത് ചെയ്തു, ഈ ബർബറി യൂണിയൻ എങ്ങോട്ട് കൊടുത്തു, നമ്മൾ വെസ്റ്റ് ബംഗാളിലുള്ള ബർബറി യൂണിയൻ നമ്മൾ എങ്ങോട്ട് കൊടുത്തു, പാകിസ്ഥാന് കൊടുത്തു. ഓക്കെ അല്ലേ? അടുത്ത നോക്കാം, 10th അമെൻമെൻറ്റ് കേട്ടോ. 10th അമെൻമെൻറ്റ് 1961. ഓക്കെ, എന്താ പറയുന്നത് നോക്കിയേ, ഇൻകോപ്പറേറ്റഡ് ടെറിട്ടറീസ് ഓഫ് ദാദ്ര ആൻഡ് നാഗർ ഹവേലി ഇൻ ഇന്ത്യൻ യൂണിയൻ ആസ് എ UT അല്ലേ, അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറി. നമ്മുടെ ദാദ്ര ആൻഡ് നാഗർ ഹവേലി നമ്മൾ എന്തായിട്ട് മാറ്റി, ഇന്ത്യൻ യൂണിയനിലോട്ട് കൊണ്ടുവന്നു അല്ലേ. ഇന്ത്യൻ യൂണിയനിലോട്ട് കൊണ്ടുവന്നു, എന്തായിട്ട് കൊണ്ടുവന്നു, യൂണിയൻ ടെറിട്ടറി ആയിട്ട്. ഓക്കെ, അപ്പോൾ ദാദ്ര ആൻഡ് നാഗർ ഹവേലി യൂണിയൻ ടെറിട്ടറി ആയത് ഏത് അമെൻമെൻറ്റ് വഴിയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഏതാ പറയുക, 10th അമെൻമെൻറ്റ് 1961. ഇനി അടുത്തത് 11th അമെൻമെൻറ്റ് അല്ലേ. 11th അമെൻമെൻറ്റ് 1961 നമ്മൾ നോക്കുകയാണെങ്കിൽ, change the procedure of election of the vice president by providing for an electoral college. എന്താ പറയുന്നത്, നമ്മുടെ വൈസ് പ്രസിഡൻറ്റിൻ്റെ എന്താ മാറ്റിയ നോക്കിയേ, പ്രൊസീജിയർ അല്ലേ, ഇലക്ഷൻ്റെ പ്രൊസീജിയർ. വൈസ് പ്രസിഡൻറ്റിൻ്റെ ഇലക്ഷൻ്റെ പ്രൊസീജിയർ മാറ്റിയ അമെൻമെൻറ്റ് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഏതാ പറയുക, 11th അമെൻമെൻറ്റ് 1961. ഓക്കെ, 11th അമെൻമെൻറ്റ് 1961 വഴിയാണ് വൈസ് പ്രസിഡൻറ്റിൻ്റെ പ്രൊസീജിയർ ഓഫ് ഇലക്ഷൻ നമ്മൾ ചേഞ്ച് ചെയ്തത്. ഇനി 12th കേട്ടോ, ശ്രദ്ധിച്ചേ, 12th അമെൻമെൻറ്റ് 1962. ഓക്കെ,
12th Amendment 1962 എന്താ പറയുന്നത്? ഇൻകോപ്പറേറ്റഡ് ഗോവ, ദാമൻ ആൻഡ് ദിയു ഇൻ ദ ഇന്ത്യൻ യൂണിയൻ. എന്താ ചെയ്തേ? ഇന്ത്യൻ യൂണിയനിലോട്ട് കൊണ്ടുവന്നല്ലേ? ഏത് രണ്ടെണ്ണത്തിനെയാണ് കൊണ്ടുവന്നേ? ഗോവയും കൊണ്ടുവന്നു, ദാമൻ ആൻഡ് ദിയുനെയും കൊണ്ടുവന്നു. ഓക്കെ, ഇന്ത്യൻ യൂണിയനിലോട്ട് കൊണ്ടുവന്നു. ആരൊക്കെ കൊണ്ടുവന്നേ? ഗോവേനെയും കൊണ്ടുവന്നു, അതുപോലെ തന്നെ ദാമൻ ആൻഡ് ദിയുനെയും കൊണ്ടുവന്നു. ഓക്കെ, എന്തായിട്ടാണ് കൊണ്ടുവന്നേ? യൂണിയൻ ടെറിട്ടറി ആയിട്ടല്ലേ? യൂണിയൻ ടെറിട്ടറി ആയിട്ട് നമ്മൾ ഈ പറയുന്ന പോലെ ഗോവയും അതുപോലെ തന്നെ ദാമൻ ആൻഡ് ദിയുനെയും കൊണ്ടുവന്നു അല്ലേ? ഇപ്പോൾ ഗോവ യൂണിയൻ ടെറിട്ടറി ആണോ? അല്ലല്ലോ, സ്റ്റേറ്റ് അല്ലേ? അല്ലേ? അപ്പോൾ അതിനും എന്ത് നമ്മൾ ചെയ്തിട്ടായിരിക്കും? ഭേദഗതി വരുത്തിയിട്ടായിരിക്കും സ്റ്റേറ്റ് ആക്കിയത് അല്ലേ? അപ്പോൾ ആ ഭേദഗതി നമുക്ക് പഠിക്കാനുണ്ട്. ഇനി 13ാമത്തെ അമെൻമെൻറ്റ് 1962 നോക്കിയേ. 13th Amendment 1962 എന്താ പറയുന്നത്? സ്പെഷ്യൽ പ്രൊവിൻഷൻ ആൻഡ് സ്റ്റാറ്റസ് ഓഫ് സ്റ്റേറ്റ് ഗിവൺ ടു നാഗാലാൻഡ്. ഓക്കെ, നാഗാലാൻഡിന് എന്ത് കൊടുത്തു? സ്റ്റേറ്റ് ആയിട്ട്, നാഗാലാൻഡിനെ സ്റ്റേറ്റ് ആയിട്ട് പ്രഖ്യാപിച്ചു, അല്ലെങ്കിൽ സ്റ്റേറ്റിൻ്റെ സ്റ്റാറ്റസ് കൊടുത്തു. അതുപോലെ തന്നെ കുറച്ച് സ്പെഷ്യൽ പ്രൊവിഷൻസും കൊടുത്തു. ഓക്കെ, കുറച്ച് സ്പെഷ്യലായിട്ടുള്ള പ്രൊവിഷൻസും കൊടുത്തു. അതുപോലെ തന്നെ സ്റ്റേറ്റിനെ നാഗാലാൻഡിനെ എന്താക്കി? സ്റ്റേറ്റ് അല്ലേ? സ്റ്റേറ്റിൻ്റെ സ്റ്റാറ്റസ് കൊടുത്തു. ഏത് അമെൻമെൻറ്റ് വഴിയാ? 13ാമത്തെ അമെൻമെൻറ്റ് 1962. ഇനി നമുക്ക് കുറച്ചുകൂടി അമെൻമെൻറ്റുകളില്ലേ? ഇല്ലേ, കുറച്ചുകൂടി അമെൻമെൻറ്റുകളുണ്ട്. നമുക്ക് മൊത്തം ഇപ്പോൾ എത്രയുണ്ട്? 106 അമെൻമെൻറ്റൊക്കെ നമുക്ക് പഠിക്കാനുണ്ട് അല്ലേ? അപ്പോൾ അത്രയും അമെൻമെൻറ്റ് നമുക്ക് പഠിക്കാനുണ്ട്. നമുക്ക് പാർട്ടായിട്ട് പഠിച്ചു പോകാം. ഓക്കെ, അപ്പോൾ അന്ന് പഠിക്കുന്നത് നമുക്ക് അന്ന് തീർത്ത് പോകാമല്ലോ അല്ലേ? അപ്പോൾ ഇതിന് ബാക്കി പാർട്ട് വേണമെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യണം. അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.